പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആര് എന്നൊരു ക്വസ്റ്റ്യൻ കോടതിയെ തന്നെ പ്രകോപിപ്പിച്ചിരുന്നു. കാരണം കോടതി 4 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ് എന്ന് ശിക്ഷാവിധി സംബന്ധിച്ച വാദപ്രതിവാദത്തിലും പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയാണ്. അതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. കോടതി തിരികെ ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി ആര് എന്ന ആ ഒരു ചോദ്യം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടത് എന്നാണ് കോടതിയുടെ മറുചോദ്യം. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി കോടതിയിൽ ഹാജരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾക്ക് മാനസാന്തരം സംഭവിക്കാനുള്ള സാധ്യതയില്ലേ എന്നും പ്രോസിക്യൂഷനോട് കോടതി തിരിച്ചു ചോദിക്കുന്നു. അതായത് യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അത് ഉറപ്പാണോ എന്ന് കോടതി തിരികെ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു. ഉറപ്പാണ് എന്ന് പ്രോസിക്യൂഷൻ തിരികെ മറുപടി പറയുന്നു. ഇതാണ് കോടതിയും പ്രോസിക്യൂഷനും തമ്മിലുള്ള വാദത്തിനിടയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആര് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. 4 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അതിൽ 8ാം പ്രതി ദിലീപും ഉൾപ്പെടുന്നു. അപ്പോഴും യഥാർത്ഥ പ്രതി ഒളിഞ്ഞിരിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയാണ്. ജഡ്ജിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ എന്നും കോടതി ചോദിക്കുന്നു. കോടതി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രോസിക്യൂഷന്റെ മറുപടി, ജഡ്ജ് റേപ്പ് ചെയ്യപ്പെട്ടാലും അങ്ങനെ തന്നെയാണ് നിലപാട് എന്നാണ് പ്രോസിക്യൂഷൻ മറുപടി നൽകിയത്. അപ്പോൾ കോടതി തിരികെ ചോദിക്കുന്നത് റേപ്പിന്റെ കാര്യത്തിൽ മാത്രമോ എന്ന് കോടതി തിരികെ പ്രോസിക്യൂഷനോട് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ മറുപടി എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ്. അപ്പോൾ ഈ വാദപ്രതിവാദത്തിൽ എന്തോ ഒരു ദുസൂചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കോടതി ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു. പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇനി പ്രതിഭാഗത്തിന്റെ വാദമാണ്. പ്രതിഭാഗത്തെ സംബന്ധിച്ച് പ്രതികൾക്ക് ശിക്ഷ പരമാവധി കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വാദമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. പ്രതികൾ അവർക്ക് പറയാനുള്ളത് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ പറഞ്ഞത് വീട്ടിലെ സാഹചര്യം, ബന്ധുക്കളുടെ ഒറ്റപ്പെടൽ, അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് പൾസർ സുനി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ചില പ്രതികൾ തങ്ങളുടെ ജയിൽവാസം കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റണം, കണ്ണൂർ സെൻട്രൽ ജില്ലയിലേക്ക് മാറ്റണം എന്നും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശിക്ഷ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ കോടതി തന്നെ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു, ഈ കൃത്യം ഒറ്റയ്ക്ക് പൾസർ സുനിയല്ലേ ചെയ്ത്, മറ്റുള്ളവർ സഹായിക്കുകയല്ലേ ചെയ്ത് എന്ന ചോദ്യവും പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട്. അതേസമയം കുറ്റകൃത്യത്തിൽ കുറ്റവാളികൾക്ക് തുല്യ പങ്കാണുള്ളത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിജീവിത അഭിഭാഷക അഡ്വക്കേറ്റ് ടി.ബി. മിനി കോടതിയിൽ ഇല്ലായിരുന്നു എന്നും കാണാം. കോടതിക്ക് പുറത്ത് അഡ്വക്കേറ്റ് ടി.ബി. മിനി രോഷാകുലയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് അവർ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാകുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ പരാതിപ്പെടുന്നുണ്ട്. ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അതിജീവിതയുടെ അഭിഭാഷകയെ സൈബർ ആക്രമണത്തിന് വിധേയരാവുകയാണ് ചെയ്തത് എന്ന പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിതിൻ സേവ്യറിലേക്ക് വീണ്ടും പോകുന്നു. നിതിൻ, പ്രതിഭാഗത്തിന്റെ വാദം തുടങ്ങിയോ? അജിംസെ, പ്രതിഭാഗത്തിന്റെ വാദം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി.പി. വിജീഷ് അടക്കമുള്ളവരുടെ വക്കീൽ അഭിഭാഷകൻ കോടതിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതായത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് വി.പി. വിജീഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇവിടെ കോടതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ പരമാവധി ശിക്ഷ നൽകാവൂ എന്നാണ്. അതായത് പരമാവധി ശിക്ഷ നൽകേണ്ട ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടില്ല എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമാണ് പരമാവധി ശിക്ഷ സാധാരണ കോടതികൾ നൽകാറുള്ളൂ. ഇവിടെ അതിക്രൂരമായ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. അതായത് പരമാവധി ശിക്ഷ, കുറഞ്ഞ ശിക്ഷ തങ്ങളുടെ പ്രതികൾക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ക്ലയൻസിന് വാങ്ങി നൽകുക എന്നൊരു ആവശ്യമാണ് ഇവിടെ അഭിഭാഷകർക്കുള്ളത്. ഒപ്പം തന്നെ നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ ഈ അതിജീവിതയുടെ കാര്യം പറഞ്ഞു. നിഷ്കളങ്കയായ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത, തനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് അറിയാതെ ഈ വാഹനത്തിൽ വന്നിരുന്ന അതിജീവിതക്കാരെ അവർ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോയിരുന്നതെന്ന് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. അതിനൊരു മറുപടിയായാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്, ഇവിടെ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ അല്ല പരിഗണിക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ സ്ത്രീയുടെ സകല അന്തസ്തും അഭിമാനവും പ്രധാനമല്ലേ എന്നും കോടതി ഈ പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട്. അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന പ്രോസിക്യൂഷൻ നേരത്തെ അത്തരം വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ പൾസർ സുനി ക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ മാക്സിമം പരമാവധി ശിക്ഷ നൽകാവൂ എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുമ്പോൾ അതിജീവിതയുടെ നിസ്സഹായ അവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്നും സ്ത്രീയുടെ
സകല അന്തസ്സും അഭിമാനവും പ്രധാനമല്ലേ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വാദം മുഴുവൻ അവസാനിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രതിഭാഗം വാദം ആരംഭിക്കുന്നത്. ഈ പ്രതികളുടെ എല്ലാം തന്നെ വക്കീലന്മാർ അഭിഭാഷകർ തങ്ങൾക്ക് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് നേരത്തെ തന്നെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ആദ്യം തന്നെ പ്രതികൾക്ക് പറയാനുള്ളതാണ്. അവരുടെ ഡയസിൽ കയറ്റി നിർത്തിയ 6 പ്രതികൾക്കും പറയാനുള്ളത് യഥാക്രമം അവർ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. അതിനുശേഷം പ്രോസിക്യൂഷൻ അവരുടെ വാദം കഴിഞ്ഞു. ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. VP വിജീഷിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിയിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. VP വിജീഷ് തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് തന്നെ തലശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ ജയിലിലേക്ക് മാത്രം, തലശ്ശേരിയിലാണ് തന്റെ വീട്, കണ്ണൂർ ജയിലിലേക്ക് മാത്രം എന്ന കാര്യമാണ് VP വിജീഷ് തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമേ മാക്സിമം പരമാവധി ശിക്ഷ നൽകാനാകൂ എന്ന ഈ പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദത്തെ അത് പ്രോസിക്യൂഷൻ അവിടെ കൃത്യമായി തന്നെ എതിർക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അത് എതിർത്തുകൊണ്ട് കോടതിക്കുള്ളിൽ സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതി ചോദിക്കുന്നത്, ഈ പൾസർ സുനിയുടെ അഭിഭാഷകനോടാണ് കോടതി ചോദിക്കുന്നത്, ഇവിടെ സ്ത്രീയുടെ അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതല്ലെന്നും സ്ത്രീയുടെ സകല അന്തസ്സും അഭിമാനവും പ്രധാനമല്ലേ എന്നും കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട്. അതായത് പരമാവധി ശിക്ഷ നൽകരുതെന്ന ആവശ്യമാണ് ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പിൽ വെക്കുന്നത്. ഈ അതിക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമാണ് പരമാവധി ശിക്ഷ സാധാരണ നൽകാറുള്ളൂ എന്നും അത്തരത്തിലൊരു ശിക്ഷയിലേക്ക് കോടതി പോകരുതെന്നൊരു ആവശ്യവും ഈ കോടതിക്ക് മുമ്പിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ വെക്കുന്നുണ്ട്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ എതിർക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.